ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 40 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനം ഉച്യതേ ഏതൈർ വിമോഹയതി ഏഷഃ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനഃ ബുദ്ധിഃ അസ്യ അധിഷ്ഠാനമുച്യതേ. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ അസ്യ ഇതിൻ്റെ ഇയാളുടെ അധിഷ്ഠാനം ഉച്യതേ വാസസ്ഥലം അല്ലെങ്കിൽ ഇരിപ്പിടം എന്ന് പറയപ്പെടുന്നു. ഏതൈഹി വിമോഹയതി ഏഷഃ. ഏതൈഹി ഇവയെക്കൊണ്ട് ഏഷഃ ഇത് ഈ കാമം അല്ലെങ്കിൽ ആഗ്രഹം ഇവയെക്കൊണ്ട് ജ്ഞാനമാവൃത്യ ജ്ഞാനത്തെ മൂടിയിട്ട് ദേഹിനം വിമോഹയതി ദേഹിയെ മോഹിപ്പിച്ചു കളയുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഈ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഈ കാമം അവിടെ ഇരുന്നിട്ട് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സിനെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും ഒക്കെ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെ മറച്ചിട്ട് ആ ജ്ഞാനത്തെ മറച്ചിട്ട് ജീവാത്മാവിനെ മോഹിപ്പിച്ചു കളയുന്നു. ജീവാത്മാവിനെ ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ കാമം ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ വിമോഹിപ്പിച്ചുകൊണ്ട് കാമത്തിന് എന്താണോ നേടിയെടുക്കേണ്ടതായ കർമ്മങ്ങൾ അത് ഇവയെക്കൊണ്ട് ചെയ്യിക്കുന്നു. ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവിനെ മറച്ചുകൊണ്ടാണ് കാമം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. വാസ്തവത്തിലുള്ള ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ജീവാത്മാവിനെ ഇപ്രകാരം മായയാകുന്ന അല്ലെങ്കിൽ കാമമാകുന്ന ഒരു ആവരണം കൊണ്ട് മറച്ചിട്ട് ആ കാമം ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൊണ്ട് യഥേഷ്ടം കർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങൾ മിക്കവാറും ജീവനെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നതായിരിക്കും. ഒരിക്കലും ആ ജീവൻ്റെ പരമമായ ഗതിയെ പ്രാപിക്കുവാനായിട്ട് അതിനെ സഹായിക്കാത്ത കർമ്മങ്ങളായിരിക്കും ഈ കാമം ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൊണ്ട് ചെയ്യിക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ഈ മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മേന്ദ്രിയങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. പാണി, പാദം, വായു, ഉപസ്ഥം, ജിഹ്വ എന്ന് പറയുന്ന 5 കർമ്മേന്ദ്രിയങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ ചെയ്യാൻ ഇന്ദ്രിയങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധി നിലകൊള്ളുന്നത് തന്നെ ആ ജീവാത്മാവിനെ ആശ്രയിച്ചിട്ടാണ്. എന്നാൽ
ഈ ജീവാത്മാവിനെ തന്നെ മൂടിക്കൊണ്ടിരിക്കുന്ന കാമം, മറച്ചു പിടിച്ചിരിക്കുന്ന ഈ കാമം അവിടെ ബുദ്ധിയെ കൊണ്ട് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ജീവാത്മാവിനെ അതിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് മായയിൽ പെടുത്തിക്കളയുന്നത്. ഈശ്വരഭജനം എന്നുള്ളൊരു കൃതിയുണ്ട് എഴുത്തച്ഛൻ എഴുതിയത്. അതിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ ഇട്ടുവട്ടം കറക്കുന്നിതേവിധം തോന്നണം കൃപ ഏഴയാമീ എന്നിൽ കാരുണ്യാലയ ദൈവമേ പാഹിമാം. അപ്പോൾ ഈ ഞാനാകുന്ന ജീവാത്മാവിനെ എന്തിനായിക്കൊണ്ട് ഈ മായയാകുന്ന സമുദ്രത്തിൽ ഇട്ട് വട്ടം കറക്കുന്നത്? അങ്ങേക്ക് എന്നോട് അല്പമെങ്കിലും കൃപയുണ്ടെങ്കിൽ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ നമുക്കെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന രീതിയിൽ എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിലെ സത്യത്തെ ആ 4 വരിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഉപദേശം ഇവിടെ ഭഗവാൻ അർജുനന് നൽകുന്നതിൻ്റെ ഒരു ഭാഷാന്തരീകരണം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത് ത്വം ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹി ഹി ഏനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത് അതുകൊണ്ട് ത്വം നീ ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ നിയന്ത്രിക്കുക, അല്ലയോ അർജുന. പാപ്മാനം പ്രജഹി ഹി ഏനം ജ്ഞാനവിജ്ഞാനനാശനം. ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ നശിപ്പിക്കുന്നതായ ഈ കാമം, ഏനം, ഇവനെ, ഈ കാമത്തെ, മഹാപാപിയായിരിക്കുന്ന ഈ കാമത്തെ, പാപ്മാനം, മഹാപാപിയായിരിക്കുന്ന ഈ കാമത്തെ പ്രജഹി, നിഗ്രഹിച്ചാലും. ഈശ്വരോന്മുഖമായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ യോഗ്യതയെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ അർജുനന് നൽകുന്ന ഉപദേശം. ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ഒക്കെ നശിപ്പിച്ച് കളയുന്നവനാണ് ഈ കാമം. തന്നെയുമല്ല, ഏത് കൊടിയ പാപം ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നവനും ഈ കാമം തന്നെയാണ്. ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, മഹാഭാരത യുദ്ധത്തിന് മുൻപായി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം കൗരവ രാജധാനിയിൽ ഒരു രാജദൂതുമായി എത്തുന്നുണ്ട്. അവിടെ വച്ചിട്ട് പാണ്ഡവർക്ക് അർഹമായിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകണം എന്ന് ആ കൗരവ രാജധാനിയിൽ വച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ കാമത്താൽ പൂർണ്ണമായും അധീനപ്പെട്ട് നിൽക്കുന്നവനായ ദുര്യോധനൻ ഭഗവാന്റെ ആ ശാന്തിദൂതിനെ അതികഠിനമായി തന്നെ ഭർസിക്കുന്നുണ്ട്. ദുര്യോധനൻ പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നല്ല, 5 രാജ്യങ്ങളെന്നല്ല, 5 ഗ്രാമങ്ങളെന്നല്ല, 5 ഭവനങ്ങൾ പോലും നൽകാൻ ആ പാപ്മാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാപമതിയായിരിക്കുന്ന ദുര്യോധനൻ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ആവശ്യകത ഉണരുന്നത്. എല്ലാ പ്രകാരത്തിലും സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നിർവഹിച്ചു. അതിന് ഭഗവാൻ സ്വയം ഒരു അഭിനേതാവുമായി എന്നിരിക്കലും ഈ കൗരവർ ചെയ്തിരിക്കുന്ന കുകർമ്മങ്ങൾക്കെല്ലാം കൃത്യമായ പ്രതിഫലം ലഭിക്കേണ്ടത് കാലനീതിയുടെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ്
ഈ കാമത്താൽ വളരെയധികം പ്രേരിതനായ ദുര്യോധനാൽ ഈ പ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനെ പോലും പുച്ഛിക്കാനും അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനും ഒക്കെ ഉത്തരവിടാൻ പ്രാപ്തനാക്കിയത്. എല്ലാവരുടെയും കർമ്മഫലങ്ങൾ അവരവർ അനുഭവിക്കേണ്ടി വരും എന്നത് അവിടെയും നമുക്കൊരു പാഠം ആകുന്ന ആ മഹാഭാരത യുദ്ധം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണി ആഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസഃ തു പരാ ബുദ്ധി യഹ ബുദ്ധേഹ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണി ആഹു ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ദ്രിയേഭ്യ പരം മനഃ എന്നാൽ ഈ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അവയെ നിയന്ത്രിക്കുന്ന മനസ്സ്. മനസഃ തു പരാ ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നാണ് പറയുന്നത്. കാരണം ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. യഹ ബുദ്ധേഹ പരതഃ ഏതൊന്നാണോ ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് സഹ അത് അയാളാകുന്നു അല്ലെങ്കിൽ അവനാകുന്നു, അത് ആത്മചൈതന്യമാകുന്നു. അപ്പോൾ ഈ ആത്മചൈതന്യം ശരീരത്തിൽ സാന്നിധ്യം ചെയ്തിട്ടാണ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. ഈ ബുദ്ധിയാണ് മനസ്സിനെ ഓരോ കർമ്മങ്ങളിലേക്കായിട്ട് നിയോഗിക്കുന്നത്. ഈ മനസ്സാണ് ബുദ്ധിയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളേക്കാൾ മുകളിലാണ് മനസ്സ്, മനസ്സിനേക്കാൾ മുകളിലാണ് ബുദ്ധി, ഈ ബുദ്ധിയേക്കാളും മുകളിലാണ് ആത്മചൈതന്യം അല്ലെങ്കിൽ ജീവാത്മാവ്. അങ്ങനെയുള്ള ആ ജീവാത്മാവിൻ്റെ സദ്ഗതിക്കായിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഈ ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ കഴിയണമെങ്കിൽ ഈ ബുദ്ധിയെ ബാധിച്ചിരിക്കുന്ന കാമം എന്ന് പറയുന്ന രാക്ഷസനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണം. ഈ ജീവാത്മാവിനെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാമമാണ് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി ബുദ്ധിയെ കൊണ്ട് മോശമായ കർമ്മങ്ങൾ ആചരിക്കാനായിട്ട് മനസ്സിന് നിർദ്ദേശം കൊടുക്കുകയും മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആജ്ഞ നൽകുന്നത്. ഈ ഒരു രീതിയിൽ മനസ്സിനെ കൊണ്ട് അരുതാത്തത് ചെയ്യിക്കുന്നതായ ബുദ്ധിക്ക് ബാധിച്ചിരിക്കുന്ന ഒരു തിമിരമാണ് കാമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാമത്തെ അല്ലെങ്കിൽ ഈ ആഗ്രഹത്തെ നമ്മൾ ജയിച്ചെങ്കിലേ ഈശ്വരപദ പ്രാപ്തിക്ക് അർഹനായി തീരുകയുള്ളൂ എന്ന് പറയുന്നത്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേഹ പരം ബുദ്ധ്വാ ഇപ്രകാരം ബുദ്ധിയെ പരം ശ്രേഷ്ഠമാണ് എന്നറിഞ്ഞിട്ട് സംസ്തഭ്യ ആത്മാനമാത്മന ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ അടക്കി ജഹി ശത്രും ശത്രുവിനെ നിഗ്രഹിച്ചാലും എങ്ങനെയുള്ള ശത്രു? കാമരൂപം ദുരാസദം കാമത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവനും ദുരാസദം ജയിക്കാൻ വളരെ പ്രയാസമുള്ളവനുമായിരിക്കുന്ന ഈ കാമത്തെ നിഗ്രഹിച്ചാലും
നമ്മുടെ ജീവാത്മാവിനെ ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ മഹാപാപിയായിരിക്കുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആർക്കും ജയിക്കാൻ കഴിയാത്തവനായ ഈ കാമത്തെ ആത്മാവിനെ കൊണ്ട് അടക്കിയിട്ട് ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം തന്നെയായിരിക്കുന്ന ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് ഈ ശത്രുവിനെ ഹനിക്കണം, ഇല്ലായ്മ ചെയ്യണം എന്നാണ് പറയുന്നത്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ മനസ്സിലാക്കിയിട്ട് ആത്മാവിനെ കൊണ്ട് തന്നെ അടക്കി ജയിക്കാൻ പ്രയാസമായിരിക്കുന്ന ഈ കാമത്തെ, അല്ലെങ്കിൽ കാമമാവുന്ന ശത്രുവിനെ ഹനിച്ചാലും ജയിച്ചാലും എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. എല്ലാ പ്രകാരത്തിലും നമ്മളുടെ ശ്രേഷ്ഠതയെ പ്രാപിക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന ഏക ശത്രുവാണ് ഈ കാമം. ആ കാമം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അത് എപ്രകാരമാണ് ഒരു മനുഷ്യനെ കൊണ്ട് അരുതാത്ത കർമ്മങ്ങൾ ഒക്കെ ചെയ്യിക്കുന്നത് എന്നെല്ലാം ഭഗവാൻ ഇവിടെ വിശദമായി ഉപദേശിച്ച് കഴിഞ്ഞു. ഈ 3-ാം അധ്യായത്തിലെ കർമ്മയോഗത്തിൽ എങ്ങനെ, അല്ലെങ്കിൽ ഏത് പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് ഈ കർമ്മഫലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുക എന്നതിനെല്ലാം വിശദമായി തന്നെ ഭഗവാൻ ഈ അധ്യായത്തിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ഈ ഉപദേശങ്ങളെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതൊരു ഉപാസകനും പരമപദ പ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഈ കാമത്തെ ജയിച്ച് ഭക്തിമാർഗത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ മുന്നോട്ട് പോയി ഭഗവത് പദം പ്രാപിക്കുവാൻ യോഗ്യനായി ഭവിക്കും. അതിനുള്ള എല്ലാ ഉപദേശങ്ങളുമാണ് ഭഗവാൻ ഇവിടെ ഈ അധ്യായത്തിൽ നൽകിക്കൊണ്ട് അധ്യായത്തെ ഉപസംഹരിക്കുന്നത്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇത് ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.